ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മാവേലിക്കര പാർക്കാണ്. അതായത് നമ്മൾ മാവേലിക്കരയിൽ നിന്ന് തെക്കുന്നപ്പുഴ റൂട്ട് അല്ലെങ്കിൽ കവല വരുന്ന റൂട്ടിൽ മാവേലിക്കര കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കണ്ടൂർ അമ്പലത്തിന് മാവേലിക്കരയ്ക്ക് ഇടയ്ക്കായിട്ട് ആ റോഡ് സൈഡിലാണ്. അപ്പം ആ ഒരു പാർക്കിലാണ് നിൽക്കുന്നത്. ഇത് പാർക്കിലാണെങ്കിൽ ആ ഭിത്തിയിലൊക്കെ ഒരു കുറേ മഹാന്മാരായ വ്യക്തികളുടെ പേര്, അവർ ജനിച്ച വർഷം, മരിച്ച വർഷം, അവരെ പറ്റിയുള്ള അല്ലെങ്കിൽ അവർ ഏത് മേഖലയിലായിരുന്നു എന്നൊക്കെയുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. കുറേ വ്യക്തികളുടെ ഉണ്ട്. ഈ ഒരു മതിലിലും ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു മതിലുണ്ട്, അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മക്കൾ രണ്ടുപേരും റൈഡിനകത്തും അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് കണ്ടപ്പം ആ ഒരു വീഡിയോസും കാര്യങ്ങളും എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ആർക്കെങ്കിലും ഈ പറഞ്ഞ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സമയം, അപ്പം ഞങ്ങൾ പോയത് ഏകദേശം ഒരു ഉച്ച സമയത്താണ്. കാരണം മോൻ പഠിക്കുന്നത് അവിടെ അടുത്തൊരു സ്കൂളിലാണ്, സെൻറ്റ് ജോൺസ് മറ്റം എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് മേടിക്കാൻ പോയ വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് അപ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് എന്നാൽ ഒന്ന് കയറാം, അങ്ങനെ വന്നതാണ്. അപ്പം അവർക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് ഞാനവിടെ കൊണ്ടു നിർത്തി. അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഞാൻ പാർക്കിലൊന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ വെക്കേഷനായിട്ട് വേറെ എങ്ങും ഞാൻ കൊണ്ടുപോയില്ല, കാരണം അവർ അച്ഛൻ നാട്ടിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടും, പിന്നെ പൊതുവേ പുറത്തോട്ടൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ അത് കാരണം അവരിങ്ങനെ കുറേ കണ്ടിന്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട്, അപ്പോൾ ഒരു സർപ്രൈസായിട്ട് അവിടെ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് അവർ അങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കയറുന്നതിന് പാസ്സുണ്ട്, 20 രൂപയാണ് ഒരാൾക്ക്. പിന്നെ 2.5 വയസ്സ് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ട, 2.5 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പാസ് എടുക്കണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്. ഞങ്ങൾ ആ സമയത്ത് ചെന്നപ്പം വേറെ ഫാമിലീസോ അല്ലെങ്കിൽ വേറെ കുഞ്ഞുങ്ങളാരും ഇല്ലായിരുന്നു. ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം, വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയിരിക്കാം ആൾക്കാർ കൂടുതലും വരുന്നത്. പക്ഷെ നല്ല വെയിലായിരുന്നു. പക്ഷേ എന്നിട്ട് അവിടെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇരിക്കാനായാലും ഇപ്പം നമ്മുടെ പേരൻസിന് ഇരിക്കാനാണെങ്കിലും കുറേ ചെയർസും കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ മാറിയിരിക്കുകയായിരുന്നു. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ രണ്ടുപേരും ഊഞ്ഞാലൊക്കെ ആടുവാണ്. അപ്പോൾ അപ്പുറത്ത് എടുത്തതിൻ്റെ ബാക്കി കുറേ മഹത് വ്യക്തികളുടെയൊക്കെ ഇത് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ആ ഭിത്തിക്കും ഉണ്ട്. ഇതിന് ഭയങ്കര ഓട്ടമാണ്. അവളെന്തോ ഭയങ്കര, അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാർക്കിലൊക്കെ പോകുന്നത്. ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ പോയി, പക്ഷെ അന്നേരം ഇത്രയും ഒരു ഫ്രീഡം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു ഫ്രീഡം കിട്ടിയപ്പോഴത്തേക്ക് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ കൊള്ളാം, നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു അന്തരീക്ഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ സമയം, ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഷാർജ മേടിച്ച് തരണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് റൈഡിലൊക്കെ കറങ്ങിയിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ഷാർജ മേടിച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറേ നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ എൻ്റെ കൂടെ വന്നത്. പക്ഷേ എന്നിട്ടും കളിയാണ്. ഊഞ്ഞാലിനകത്ത് കുറേ നേരം ഭയങ്കര ആട്ടമായിരുന്നു രണ്ടുപേരും. സത്യത്തിൽ ഇത് കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം നമ്മുടെ മക്കളുടെ എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പറയും, അമ്മ വന്ന് ആട്ടിത്താ, അമ്മ വന്ന് ആട്ടിത്താ. അപ്പം ഞാനിങ്ങനെ ആട്ടിക്കൊടുക്കും. മീനും ഇങ്ങനെ ഉറങ്ങിയതല്ല, നല്ല സുഖം എന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ് മീനും. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, മൂത്ത ആളിനാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമേ അല്ല. കുറേ നിർബന്ധിച്ച് മിഠായിയൊക്കെ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ നിർബന്ധിച്ചാണ് അവനെയും കൂടെ നിർത്തി ഫോട്ടോസ് എടുക്കുന്നത്. മോള് നേരെ ഓപ്പോസിറ്റാണ്, അവൾക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവരിഷ്ടമേ അല്ല. ഞാൻ ഒത്തിരി ബെഗ് ചെയ്യുമ്പോഴാണ് അവനൊന്ന് നിൽക്കുന്നത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെയും അവർ റൈഡിലോട്ട് തന്നെ പോവുകയാണ്. അപ്പം എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ലൊക്കേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മീൻസ് ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കാരണം അവർക്ക് എന്താ പറയുന്നത്, എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുഞ്ഞു മക്കൾക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ നേരം അവർ അതിനകത്ത് ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് കണ്ടപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചതും അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മാവേലിക്കരയ്ക്കും തട്ടാരമ്പലത്തിനും ഇടയ്ക്കായിട്ടാണ് വരുന്നത്. മീൻസ് അതായത് മാവേലിക്കര കഴിഞ്ഞ് കണ്ടൂരമ്പലത്തിനും മാവേലിക്കരയ്ക്കും ഇടയ്ക്കായിട്ട്, അതായത് മാവേലിക്കരയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടും തട്ടാരമ്പലത്തിന് കിഴക്കോട്ട് പോകുമ്പോഴത്തേക്കിന് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടും